ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എക്സാമൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. സോ ഇപ്പോൾ വെക്കേഷനായി, അപ്പോൾ ഞാൻ വീഡിയോ ഇടാനുള്ള സമയമുണ്ട് എനിക്ക്. അപ്പം ഇനിയിപ്പോൾ 2 മാസം വെക്കേഷനില്ലേ, അപ്പം നിങ്ങൾ എവിടേക്കാണ് പോയത് എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ, എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ. അപ്പം ഇപ്പം ഏപ്രിൽ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കുറേ സംഭവങ്ങൾ എന്തൊക്കെയോ ചെയ്തു, വരച്ചു, ക്രാഫ്റ്റ് ചെയ്തു, അങ്ങനെ കുറേ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടു. ബോറടിയൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഫോൺ നോക്കും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാവരെയും പോലെ തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ മാസം എന്തൊക്കെയാണ് ചെയ്തത്, ലൈക്ക് എൻ്റെ ഡ്രോയിങ്സ്, എൻ്റെ ക്രാഫ്റ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം വെറുതെ ഇങ്ങനെ വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിലിരുന്നുണ്ടെങ്കിൽ ഫോൺ നോക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങും. ഇനി ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിക്കല്ലേ. പക്ഷേ ആ സമയത്ത് നമ്മളെ ടൈമാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. ഓക്കെ, സോ അന്നേരം നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ക്രാഫ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക, പെയിൻറ്റിങ്സ്, നമുക്ക് എന്താണോ താല്പര്യം അത് നമ്മൾ ചെയ്യുക. ഇപ്പം ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ്, ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റ്, അത് നിങ്ങളെ ഇതിനനുസരിച്ച്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയും ചെയ്യുക. അപ്പം നമ്മളെ ടൈം നമ്മൾ എൻജോയും ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ ടൈമും യൂസ്ഫുൾ ആക്കുക. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ്ഡ് ആവാം. അപ്പം അടുത്ത മാസം ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. ഈ മാസം ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. ഈ മാസവും നല്ല രസമുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ഇതാക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് വെക്കേഷനിൽ നടന്ന സംഭവം. ഇതെന്തെന്ന് വെച്ചാൽ, ഇത് അച്ഛൻ്റെ ഒരു പണ്ടത്തെ ഡയറി ആയിരുന്നു. അപ്പം ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഈ ഡയറി തരുമോയെന്ന്. അപ്പം ഈ ഡയറിനകത്ത് കുറച്ച് സംഭവങ്ങളുണ്ട്, ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പേജ്. ഇത് ഞാൻ കളർ പേപ്പറിൽ ചെയ്തതാണ്. ചാപ്റ്റർ 1 വെക്കേഷൻ ഹാർട്സ്, അതായത് നമ്മൾ വെക്കേഷനിൽ എവിടെ പോയി. വെക്കേഷൻ ഹാർട്സ് എന്ന് പറയുമ്പോൾ വെക്കേഷനിൽ എവിടെ പോയി, വെക്കേഷനിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടു, ഇതൊക്കെയാണ് ഈ വെക്കേഷൻ ഹാർട്സിലുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പേജ്, വെക്കേഷൻ ഹാർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ മാർച്ച് ആ ഡേറ്റ്സിലൊക്കെ ഉള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാർച്ച് 31 വരെ ഉള്ളതുണ്ട്. പിന്നെ ഏപ്രിലാണ്, ഇപ്പോൾ ഏപ്രിൽ 25 വരെ ഞാൻ ഉള്ളത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വെക്കേഷൻ വിസിറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ എവിടെയൊക്കെ പോയി, കോഫി പേപ്പർ ഇല്ല, അത് ലൈക്ക് കോഫിയിൽ ഞാൻ ചെയ്തെടുത്ത ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ മാംഗ്ലൂരിൽ പോയി, പിന്നെ എൻ്റെ അമ്മമ്മേരുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാൻ പോയി. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട്. അത് കഴിഞ്ഞാൽ വെക്കേഷൻ ജോബ്സ് എന്നുള്ള ആ ടോപ്പിക് വരും. അതായത് ഞാൻ പുതിയ കുറച്ച് ഡാൻസ് ഞാൻ തന്നെ കൊറിയോഗ്രാഫി ചെയ്തു, പിന്നെ ഗിറ്റാറിൽ ഒരു പാട്ട് പഠിച്ചു, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പം ഇതേപോലെ ഇതൊക്കെയാണ് ഈ വെക്കേഷൻ ഹാർട്സിലുള്ളത്. ഇപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഡയറി കിട്ടിയതല്ലേ, അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഡ്രോയിങ് ആണ്. അപ്പം ഞാൻ വലിയ ആർട്ടിസ്റ്റ് ഒന്നല്ല, എന്നാലും ഇത് ഞാൻ കേക്ക് ബോർഡിൽ ചെയ്തെടുത്തതാണ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഡ്രോയിങ്. ഇത് ഞാൻ കാർഡ് ബോർഡിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇത് ഞാൻ 3ാമത് ചെയ്ത ഡ്രോയിങ് ആണ്. ഇതും കാർഡ് ബോർഡിലാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അടുത്ത സാധനം. ഇതൊരു ബോട്ടിലിനകത്ത് ഞാൻ കുറേ സ്റ്റാർസൊക്കെ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അടുത്ത സംഭവം. ഇതൊരു ചെറിയ ബോട്ടിലായിട്ടാണിത്. എന്താ പറയുക, പേളും അങ്ങനെ കുറേ മുത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതാണ് ഞാൻ ഈ മാസം ചെയ്ത ആക്ടിവിറ്റീസും ജോബ്സൊക്കെ. അപ്പം ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡയറിയോ എന്തെങ്കിലും മതി, എന്തെങ്കിലും ഒരു ചെറിയ സമയം, നമ്മളെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റീനെ നമുക്ക് പുറത്തെടുക്കാൻ കൂടിയുള്ള സമയമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ക്രാഫ്റ്റ് ആയാലും പെയിൻറ്റിങ് ആയാലും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ പെയിൻറ്റിങ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബിക്കോസ് അതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. സോ അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഞാൻ ഡിസ്ലൈക്ക് നാക്കിപ്പോയി, സോറി, ലൈക്ക് ചെയ്യണേ. ഓക്കെ, അപ്പം നിങ്ങളും ഇതേപോലെ
എന്താ പറയുക ഡ്രോയിങ്ങോ ക്രാഫ്റ്റോ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഫോട്ടോ എന്തെങ്കിലും എനിക്ക് അയച്ചു തരണം. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുക, ഇതൊക്കെ ട്രൈ ചെയ്യുക. സോ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ചാ.